ഒരുപക്ഷെ ഈ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് നമ്മുടെ ലേഖകന്മാർ എണ്ണാനുള്ള സ്ഥലങ്ങളെ വെച്ചിട്ട് ദയവ് ചെയ്ത് ചുക്കായിട്ട് 10 മണ്ഡലങ്ങളെ മുൻനിർത്തിയുള്ള കണക്കുകൾ നിരത്തുക. എനിക്ക് തോന്നുന്നു നിയമത്തെ നമ്മൾ റഡാറിൽ നിന്ന് മാറ്റുകയാണ്. മഞ്ചേശ്വരത്തെ കുറിച്ച് വിവരം കിട്ടണം, അഴീക്കോട് മണ്ഡലത്തെ കുറിച്ച് വിവരം കിട്ടണം. 95,000 വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ പാലയിൽ മാണിക്ക് 4,297 വോട്ടിന്റെ ഭൂരിപക്ഷം. ഒഴിവൂർ വിജയൻ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? അഴീക്കോട് ഷാജി ലീഡ് ഉയർത്തിയിരിക്കുന്നു 1247. ഇരിക്കൂർ കെ സി ജോസഫ്, ഇരിക്കൂർ കെ സി ജോസഫിന്റെ ലീഡ് പറയൂ. 8,947. പിന്നിൽ നിന്ന് എവിടെയോ വരുന്നുണ്ട്, ദേവി തിരുത്തുക. കെ സി ജോസഫ് മുന്നിലാണ്, മുന്നിൽ നിന്ന് കാണുന്നു. മുന്നിൽ കെ സി ജോസഫ് മുന്നിൽ, കെ സി ജോസഫ് മുന്നിലാണ്. ആദ്യം മുതലേ മുന്നിലായിരുന്നു. കണ്ണൂര് കടന്നപ്പള്ളി മുന്നിൽ 889. കണ്ണൂർ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലം അനിൽകുമാറിന്റെ പഴയ സഹപ്രവർത്തകൻ സതീശൻ പച്ചേരി ഭൂരിപക്ഷം കുറഞ്ഞിരുന്നു, നേർത്തു വരുന്നു. അത്ഭുതങ്ങൾ വേണമെങ്കിൽ സംഭവിക്കാം. സതീശ് ജയിക്കും. വേറെ ഒറ്റയാളുടെ കാര്യത്തിലും അനിൽ ഇത് പറഞ്ഞിട്ടില്ല കേട്ടാ കുമാറെ. അതെ, ഒരാളുടെ കാര്യം പറഞ്ഞിട്ടില്ല. മാറി. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ പോലും പറഞ്ഞിട്ടില്ല അനില്. മാറി. ഓ രാജഗോപാലിന്റെ ലീഡ് 10,200 കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കിട്ടിയ വില പ്രകാരം. ഇനി കണ്ണൂര് 8,000 ചില്ലറാണ്, 8,600 കുറഞ്ഞിരിക്കുന്നു. മാറി വരുവാണ് ഒരു റൗണ്ട് വരുമ്പോൾ. ഇപ്പോൾ LDFന്റെ അംഗസംഖ്യ 91 ആണ്. 91. അജിത്ത് 90 സ്റ്റെബിലൈസ് ചെയ്യൂ. 90 സ്റ്റെബിലൈസ് ചെയ്ത തരംഗം തന്നെയാണ്. വലിയ തരംഗമാണ്. അതെ, തരംഗമാണ്. കാരണം അല്ലെങ്കിൽ 92 ഉണ്ട്. പി സി ജോർജ് LDF സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം പ്രഖ്യാപിച്ച ഞാൻ LDF സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചിട്ടുണ്ട്. പക്ഷെ തരംഗത്തിൽ ക്രൈസ്തവ മേഖലകളിൽ അത് ഉമ്മൻചാണ്ടിയുടെ ശക്തി തന്നെയാണ്. കോട്ടയം, ഇടുക്കി ജില്ലകളിലെ ക്രൈസ്തവ മേഖലകൾ മാണിക്കും. അത് ഓർത്തഡോക്സ് വിഭാഗം. അല്ല, മാത്രല്ല ഇപ്പൊ ഇടയ്ക്ക് ഇപ്പൊ ജേക്കബ് ജോർജ് എന്നെ കൊണ്ട് പറയാൻ വേണ്ടി ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. അതായത് അഴീക്കോട് അജിത്ത് പോയി പ്രചരണം നടത്തിയതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? അജിത്ത് പത്തനംതിട്ട വന്നിരുന്നു. ഞാനും ജേക്കബൂടെ പെരിന്തൽമണ്ണയിൽ മഞ്ഞളാംകുഴിയാലി പിന്നിൽ 1008 വോട്ടുകൾക്ക് മഞ്ഞളാംകുഴിയാലി പിന്നിൽ. 7ാമത്തെ മന്ത്രി പിന്നിൽ പോകുന്നു. അനിൽകുമാർ സുധീരൻ പറഞ്ഞ പോലെ ഈ മന്ത്രിമാരാണ് UDFന്റെ ശാപം എന്ന് പറഞ്ഞത് ശരിയായി ഭവിക്കുകയാണോ? ലീഗിന്റെ 5ാമത്തെ മന്ത്രി പരാജയത്തിലേക്ക് പോകുന്നതായിട്ട് വിവരം. 5ാം മന്ത്രി UDFന് വിനയായോ? അനിൽകുമാർ അനിൽകുമാറെ, താനൂരിൽ UDFന്റെ ഭൂരിപക്ഷം കുറഞ്ഞു. താനൂരിൽ 271 താനൂരില് കടുത്ത മത്സരം. മലപ്പുറത്താണ് കടുത്ത മത്സരം നടക്കുന്നത്. ഒരുപക്ഷെ മലപ്പുറത്ത് 11 സീറ്റിൽ UDF ലീഡ് ചെയ്യുമ്പോൾ 5 സീറ്റിലാണ് LDF ലീഡ് ചെയ്യുന്നത്. വലിയൊരു പോരാട്ടം. ലീഗിന്റെ കോട്ടയിൽ വലിയ വിള്ളൽ. ഒരുപാട് അപ്സെറ്റുകൾ നടക്കുന്നു. തൃപ്പൂണിത്തുറ ഉൾപ്പെടെയ മന്ത്രിമാർ പിറകിൽ. അബ്ദുൾ റബ്ബ് പിന്നിൽ. അബ്ദുൾ റബ്ബ് പിന്നിൽ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയത് MA ബേബിയുടെ മുഖത്തേക്കാണ്. അതാണ് 2500. അദ്ദേഹത്തിന്റെ പിൻഗാമിയായിരുന്നു MA ബേബി. അബ്ദുൾ റബ്ബ് പിന്നിൽ. ഒറ്റ വാചകം പറ. ഇനി അബ്ദുൾ റബ്ബിനെ കൊണ്ട് വോട്ടെണ്ണിച്ചാൽ മാത്രമേ UDFന് രക്ഷപ്പെടാൻ പറ്റൂ. ഈ നിമിഷത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാചകം, വളരെ രസകരമായ വാചകം. ഇത് തിരൂരങ്ങാടി. അതെ, മന്ത്രി ബാബുവും സ്വരാജും തമ്മിൽ ക്ലിഫ് ഹാങ്കർ ആണ്. അനിൽകുമാറെ, ബാബു ജയിക്കുമോ നോക്കുവോ? സ്വരാജിന് 2178 ലീഡ്. വട്ടിയൂർക്കാവിൽ ചില അപ്സെറ്റ്സ് വരുന്നു. കെ മുരളീധരന്റെ ലീഡ് 1250 കുറഞ്ഞിരിക്കുന്നു. തൊട്ടു പിന്നിൽ കുമ്മനം രാജശേഖരൻ. കറുത്ത കുതിരയും വെളുത്ത താടിയുമാകൂ MS കുമാറെ? കുമ്മനം എത്ര വോട്ട് എണ്ണി അവിടെ? സ്വരാജിന് വ്യക്തമായ ലീഡ് 2000 കഴിഞ്ഞിരിക്കുന്നു. ഇനി വട്ടിയൂർക്കാവ്. ദേവി ഇത് കൺട്രോൾ റൂം. വട്ടിയൂർക്കാവ് പിടിക്കുക. വട്ടിയൂർക്കാവിൽ ഇനി അവശേഷിക്കുന്ന ബൂത്തുകള്, എണ്ണാനുള്ള വോട്ടുകള്, അതിന്റെ സ്വഭാവം പിടിക്കുക. അതുപോലെ അഴീക്കോട് മണ്ഡലം ഒന്നും കൂടി പിടിക്കണം.
അതുപോലെ ചെങ്ങന്നൂർ മണ്ഡലം വട്ടിയൂർക്കാവിൽ ഉദുമയിൽ സുധാകരൻ തോറ്റിരിക്കുന്നു. ഉദുമയിൽ സുധാകരൻ പരാജയം. അനിൽകുമാർ, സുധാകരന് പരാജയം. ആ എടങ്കോണിൽ ഒരു ചിരി ഞാൻ കാണുന്നുണ്ട്. റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉദുമയില് LDF വിജയിച്ചിരിക്കുന്നു. സുധാകരൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ നിമിഷം പ്രേക്ഷകർക്ക് പകർന്നു നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് സുധാകരന്റെ പരാജയം. ഒരുപക്ഷെ കണ്ണൂര് ഒരു ഉറച്ച സീറ്റ് വിട്ടിട്ട് ഉദുമയിൽ പരീക്ഷണത്തിന് പോയത് മണ്ടത്തരമായോ എന്നൊരു സംശയം. സുധാകരന് വേണമെങ്കിൽ അനിൽകുമാറെ കണ്ണൂർ സീറ്റ് കൊടുക്കുമായിരുന്നു. പരീക്ഷണങ്ങൾ അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു. മഞ്ചേശ്വരത്ത് 2500 വോട്ടിന്റെ മഞ്ചേശ്വരത്ത് ഇവിടെ ഒരു ചെറിയ തമാശ വന്നിരിക്കുന്നു. ഇനി അടുത്ത തെരഞ്ഞെടുപ്പില് സുധാകരൻ മത്സരിക്കാൻ പോകുന്നത് കർണാടകയിലായിരിക്കുന്നു അല്ലെ? ഒഴിവൂർ വിജയം പറഞ്ഞത് ആണ്. താങ്കൾ അങ്ങോട്ട് ക്യാമ്പയിന് പോയേക്കരുത് കേട്ടോ. പറഞ്ഞ ഒരു വാചകമുണ്ട്, കീരിക്കാടൻ പോയെന്നൊരു വാചകമുണ്ട്. അതാണ് ഇപ്പൊ ആളുകൾ. സ്വരാജിന്റെ ലീഡ് 2500 എത്തുന്നു. വട്ടിയൂർക്കാവ് ക്ലിഫ് ഹാങ്ങർ, മുരളിയും കുമ്മന രാജശേഖരൻ തമ്മിൽ നേർത്ത ഭൂരിപക്ഷം മാത്രം മുരളിക്ക്. കൊല്ലത്ത് ഇടതുപക്ഷത്തിന് സമഗ്രാധിപത്യം 11-11. തൃശ്ശൂര് വോട്ടെണ്ണൽ ആരംഭിച്ച 1 മണിക്കൂറിനുള്ളിൽ 13 സ്ഥാപിച്ച തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിന് ഇളക്കം സടിച്ചിട്ടേയില്ല. 10 ജില്ലകളിൽ ഇടതുപക്ഷത്തിന്റെ സമഗ്രാധിപത്യം. ഇടതുപക്ഷത്തിന് തിരിച്ചടി കിട്ടിയത് ഒരുപക്ഷെ കോട്ടയത്തും അതുപോലെ തന്നെ ഇടുക്കിയിലും മാത്രം. ഇടുക്കിയിൽ പീരുമേട് ഇനിയും പറയാറായിട്ടില്ല. വട്ടിയൂർക്കാവില് ആകെ 60,000 വോട്ട് മാത്രമേ എണ്ണിയിട്ടുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. 3 മുന്നണികളും നെക്കാണ്. ഒരുപക്ഷെ 1000 മുതൽ 2000 വോട്ട് നേമത്ത് സംഭവിച്ചതുപോലെ സുരേന്ദ്രൻപിള്ള കാലിയായതുപോലെ വട്ടിയൂർക്കാവ് ഇടതുപക്ഷം കാലിയായിട്ടില്ല. 3 ഒരേപോലെയാണ്. ഒരു 3000-4000 വോട്ടിനാണ്. അപ്പൊ അതിനർത്ഥം അടുത്ത നേമത്തെ കോൺഗ്രസ് കംപ്ലീറ്റ് പ്രതീക്ഷയും വട്ടിയൂർക്കാവിൽ അല്ല, ഈ നേമത്ത് സംഭവിച്ചത് 12,000 വോട്ട് മാത്രം സുരേന്ദ്രൻപിള്ള. അത് സുരേന്ദ്രൻപിള്ളയ്ക്ക് കിട്ടിയത് അങ്ങേരുടെ സമുദായത്തിന്റെ അവിടെ ഈ പിള്ള സമുദായം വളരെ ശക്തി, അവരുടെ വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അനിൽകുമാറിന്റെ UDF വോട്ട് മറിച്ചിട്ടുണ്ട്. UDF വോട്ടുകൾ സ്വാഭാവികമായിട്ട് രാജേട്ടൻ ലഭിച്ചിട്ടുണ്ട്. ശിവകുട്ടിക്ക് പോയിട്ടുണ്ടോ? UDF വോട്ട് മൊത്തം കിട്ടിയെങ്കിൽ രാജഭവനിൽ 30,000 എന്നല്ലേ പറഞ്ഞത്? അഴീക്കോട് KM ഷാജി ലീഡ് ഉയർത്തിയിരിക്കുന്നു. 2200 പരം വോട്ടിന്റെ ലീഡ് KM ഷാജി. കായംകുളത്ത് പ്രതിഭാഹരി ജയിച്ചിരിക്കുന്നു. ഒരുപക്ഷെ കായംകുളം സിറ്റിംഗ് സീറ്റാണ് എങ്കിൽ പോലും ഒരുപാട് തരത്തിൽ വിവാദം സൃഷ്ടിക്കപ്പെട്ട ഒരു സീറ്റ് കൂടിയാണ് കായംകുളം. ആലപ്പുഴ ജില്ലയില് ഇടതുപക്ഷത്തിന്റെ ഒരു സമഗ്രാധിപത്യമാണ്. 2 സീറ്റാണ്. 2 സീറ്റിൽ 1 സീറ്റ് എന്ന് പറയുന്നത് ചെങ്ങന്നൂരാണ്. ക്ലിഫ് ഹാങ്കർ ആണ്. 1000-ഓളം വോട്ടുകൾ. ചെങ്ങന്നൂർ എത്രയാണ് ചന്ദ്രശേഖർ? ചെങ്ങന്നൂര് ഹരിപ്പാട് ചെങ്ങന്നൂര് 1448 വോട്ടിന്റെ വ്യത്യാസമാണ് വിഷ്ണുവിനുള്ളത്. രണ്ടാമത് രാമേന്ദ്രൻ നായരാണ്. ഇപ്പോഴും കുട്ടനാട് 3-ാം സ്ഥാനത്ത് പോയി BDJS. 1-ാം സ്ഥാനത്താണ് തോമസ് ചാണ്ടിയൊക്കെ എഴുതി തള്ളാൻ വേണ്ടി എന്ത് വ്യഗ്രതയാണ് ജേക്കബ് ജോർജ് കാണിച്ചിരുന്നത്. 4431 വോട്ടിന്റെ ലീഡ് ഉണ്ട്. അജിത്ത് ജയിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അന്തരീക്ഷം. പക്ഷെ ശരിക്കും ജനങ്ങള് ഇടതുപക്ഷത്താ. അത് ഹെലികോപ്റ്റർ പറഞ്ഞുകൊണ്ടുള്ള അന്തരീക്ഷം. ഹെലികോപ്റ്റർ പറഞ്ഞാൽ ഫ്ലെക്സ് അന്തരീക്ഷം. ഫ്ലെക്സ്. ഇപ്പോഴത്തെ സൂചന വെച്ച് അനിൽകുമാർ കോൺഗ്രസിന്റെ സീറ്റ് പകുതിയായിട്ട് നിയമസഭയിൽ കുറയുന്നു. യഥാർത്ഥത്തിൽ മാണിയിലും ലീഗിലുമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ആശ്വാസം കൊള്ളുന്നത്. അതല്ലായിരുന്നെങ്കിൽ വലിയൊരു ദയനീയത. റാന്നിയിൽ രാജു എബ്രാഹിം വിജയിച്ചിരിക്കുന്നു. റാന്നിയിൽ അല്ലെ ഒരു സംശയം ഉണ്ടായിരുന്നു ജേക്കബ് ജോർജ്. റാന്നി അത് അങ്ങപ്പുറത്തൊരു മർത്തമാ സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി BDJS. ഈ സമയത്ത് ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന മണ്ഡലമായ അഴീക്കോട് MP നികേഷ് കുമാർ പരാജയപ്പെട്ടിരിക്കുന്നു. 2500 വോട്ടുകൾക്ക് MP നികേഷ് കുമാർ പരാജയപ്പെട്ടിരിക്കുന്നു. ആ പരാജയം ഒരുപക്ഷെ നമ്മൾ ഈ പുഴാതി വളവട്ടണം
ബൂത്തുകളിലെ എണ്ണലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷെ എങ്കിൽ പോലും ഇടതുപക്ഷം വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു മണ്ഡലത്തിലാണ് വയനാട് നിന്ന് വന്ന് മത്സരിച്ച് വിജയം കണ്ട ഷാജി വീണ്ടും വിജയം ആവർത്തിച്ചിരിക്കുന്നത്. 2462 ആണ് ഇപ്പൊ കാണുന്നത് ലീഡ്. അത് തോറ്റു എന്നാണ് നമ്മുടെ കൺട്രോൾ റൂം പറയുന്നത്. അതായത് MP നികേഷ് കുമാർ പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഏതായാലും 3000-ന്റെ അടുത്ത് വോട്ടുകൾ. പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് 50% വിജയം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇക്കുറി. അതായത് വീണ ജോർജ് ആറന്മുളയിൽ വിജയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 50% വിക്ടറി മീഡിയയ്ക്ക് ഇക്കുറിയുണ്ട്. അജിത് കുമാർ അഴീക്കോട് പോയി പ്രവർത്തിച്ചു എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. ജേക്കബ് ജോർജ് പോയിരുന്നുമില്ല. സാങ്കേതിക പ്രശ്നം കൊണ്ടാണ്. പക്ഷേ ഓക്കെ, പ്ലീസ് ചന്ദ്രശേഖർ വരൂ. സിനിമയ്ക്ക് 100% വിജയം. സിനിമയ്ക്ക് 100% ഇല്ല. അങ്ങനെ ഭീമൻ രഘു തോട്ടത്. ഭീമൻ രഘുവിനെ ജഗദീഷിനെ സിനിമാക്കാരായിട്ട് ബി ഉണ്ണികൃഷ്ണൻ ആരെ തോപ്പിച്ചാലും വേണ്ടില്ല, അവര് തോട്ടല്ലോ. ഇപ്പോ LDF-ന്റെ ലീഡ് 89, UDF 49, NDA 1, മറ്റുള്ളവർ 1 എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. വൻ അപ്സെറ്റുകൾ 1. കൽപ്പറ്റയിൽ ശ്രേയാംസ് കുമാർ 5000 വോട്ടുകൾക്ക് പിന്നിൽ. UDF-ന്റെ ഉരുക്കുകോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കഴിഞ്ഞ പ്രാവശ്യം 20,000-ഓളം വോട്ടുകൾക്ക് വിജയിച്ച ശ്രേയാംസ് കുമാറിനെ ചെരുപ്പിടാത്ത ശശീന്ദ്രൻ എന്നുള്ളതാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിശേഷം. ശശീന്ദ്രൻ ചെരുപ്പ് ധരിക്കാത്ത ശശീന്ദ്രൻ ആർക്ക് PC ജോർജിന് 18,000 വോട്ടിന്റെ ഭൂരിപക്ഷം. 18,000 വോട്ടിന്റെ ഭൂരിപക്ഷം PC ജോർജിന്റെ. അപ്പം MS കുമാർ PC ജോർജ് വിചാരിച്ചു കഴിഞ്ഞാൽ BJP-യുടെ അതുപോലെ ഒരു ലീഡ് ഉണ്ടാക്കാം. അപ്പൊ BJP-യുടെ ഒരു വിജയം അല്ലാന്ന് വേണം പറയാൻ പറ്റും. അതല്ലേ പറഞ്ഞേ, PC ജോർജിക്ക് വിജയിക്കാൻ പറ്റുന്ന പോലെ ഒരു വിജയമാണോ O രാജഗോപാൽ നേടിയിരിക്കുന്നത്? അതാണ് ശ്രീ MAB ചോദിക്കുന്നത്. അതായത് ഒരു വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമല്ല, അദ്ദേഹം LDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പൊ O രാജഗോപാൽ പൂഞ്ഞാറിലെ 16,000 വോട്ട്. 16,000 വോട്ട് LDF-നോ? കൊല്ലത്തുള്ള ഒറ്റ വാചകം, അതായത് ഒറ്റ വാചകം. ഇപ്പോഴാണ് താങ്കൾ സത്യസന്ധമായിട്ട് കാര്യം പറയേണ്ടത്. BDJS-ഉം BJP തമ്മിലുള്ള സഖ്യം പാളിയോ? ഒറ്റ വാചകം. വിശകലനം ചെയ്യാറായിട്ടില്ല, വോട്ടിന്റെ എണ്ണം കൂടെ നോക്കണമല്ലോ. അതിന് വേറെ ആൾക്കാരുണ്ട്, നിങ്ങളോട് പറയാനോ പറഞ്ഞത്. എന്റെ അഭിപ്രായം അവിടെ അറിയണം. വിശകലനം ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇവിടെ പാട്ടിരിപ്പുണ്ട്. താങ്കളെ പോലെ സത്യസന്ധതയുള്ള ഒരു നടൻ, കലാകാരന് ഒരു ആർജവം വേണ്ടേ? പറയൂ. അതായത് ഒരു വീട്ടിലേക്ക് പശുവിനെ ആവശ്യമുള്ളപ്പോൾ ചിലപ്പോൾ പശുവിനെ മേടിക്കും, കടയിൽ നിന്ന് മേടിക്കും. പശുവിനെ മേടിക്കുമ്പോൾ ചിലപ്പോൾ ഫലം കിട്ടാതെ വരും. അങ്ങനെ അതെ, മച്ചിപ്പശുവായി പോയി വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് കൊല്ലത്തോടെ പറയുന്നത്. മേടിച്ച പശു മച്ചിപ്പശുവായി പോയി. ഇതാണ് അദ്ദേഹത്തിന്റെ BJP നേതാക്കളോട് പറയാനുള്ളത്. അതായത് വീട്ടിലേക്ക് മേടിച്ച പശുവിന് ചിലപ്പോൾ പാലില്ലാതെ പോകും, അല്ലെങ്കിൽ പ്രസവിക്കില്ല. അതല്ലേ? അത് തന്നെയാണ്. അതെ, കുമാർ മച്ചിപ്പശുവിനാണോ BJP ഭരിച്ചത്? പറയൂ. അല്ല, അത് പറ്റില്ല. അത് പറ്റില്ല. പശു തന്നെയാണോ? അതെ, അത് വളരെ വ്യക്തമായിട്ടുള്ള, അതായത് BJP കേന്ദ്രങ്ങളിൽ നിന്ന് ആദ്യം വരുന്ന ഒരു പ്രതികരണം. അതായത് BJP കൊണ്ടുപോയത് കറവയുള്ള പശുവിനെയല്ല, മച്ചിപ്പശുവിനെയാണെന്ന് BJP-യുടെ. അതെ, പശുവായി ഒന്നും ചെയ്യാനും പറ്റില്ല. പറയുന്ന പശുവാന്ന് ഓർത്ത് മേടിച്ചത് കാളയാണെന്നാ. അതെ, വളരെ പ്രധാനപ്പെട്ട. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും BJP-യിൽ നിന്ന് ഇങ്ങനെ പ്രതികരണം വരുന്നത്. BJP-യുടെ ശക്തനായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കൊല്ലം തുളസി. അതായത് വീട്ടിലേക്ക് മേടിച്ച കറവ പശുവിന് പകരം പച്ചിപ്പശുവായി പോയി. അങ്ങനെയുള്ള ദുരന്തങ്ങൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഹെലികോപ്റ്റർ തിരിച്ചു മേടിക്കുന്നത് RSPയെ കൂട്ടുന്നത് പോലുള്ള ദുരന്തം. അതെ, RSP രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. RSPയെ UDF കൂട്ടിയ പോലുള്ള ദുരന്തമാണ് BJP-ക്ക് വെള്ളാപ്പള്ളി നടേശനെ കൂട്ടിയത്. നമ്മുടെ രാജഗോപാലിന്റെ ഭൂരിപക്ഷം ഇപ്പോഴും ഒരു ചെറിയൊരു സീറ്റുകള് ചെറുതൊരു സിസ്റ്റം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്ഥാനാർത്ഥികളുടെ തോൽവിയും വിജയവും അതുപോലെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. നമ്മൾ വീണ്ടും LDF 84 + 6 91. ഒരു സ്റ്റേറ്റ്മെന്റ് കുമാറിന് എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. UDF 48. UDF 50 കടക്കുമെന്നായിരുന്നു നമുക്ക് ആദ്യം കിട്ടിയ സൂചന. നേമത്ത് രാജഗോപാലിന്റെ വിജയം സുരക്ഷിതമായിരിക്കുന്നു. നേമത്ത്
സജേഷ് ലൈനിൽ വരുന്നുണ്ട്. സജേഷ് പറയൂ. സജേഷ്, സജേഷ് നേമത്ത് കാര്യത്തിൽ ഇനി ഫലം മാറുന്നതിന് സാധ്യതയില്ല. ഒ രാജഗോപാൽ നിർണായകമായ ലീഡ് നേടിയിരിക്കുന്നു. ഇനി കേവലം 15 ബൂത്തുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഏതാണ്ട് 20,000-ഓളം വോട്ടുകൾ LDF വോട്ടുകളിലും രാജഗോപാലാണ് മുന്നോട്ട് പോകുന്നത്. വി സുരേന്ദ്രൻ പിള്ളയ്ക്ക് UDF സ്ഥാനാർത്ഥിക്ക് തീർത്തും മത്സരരംഗത്തില്ലാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കേവലം 12,000-നും 15,000-നും ഇടയിൽ മാത്രമാണ് സുരേന്ദ്രൻ പിള്ളയ്ക്ക് ഇപ്പോഴും ഉള്ളത്. രാജഗോപാൽ ലീഡ് അതുകൊണ്ട് തന്നെ LDF കേന്ദ്രങ്ങളിലും ഉയരുകയാണ്. ഇനി ആ ലീഡിന് ഒരു വ്യത്യാസം വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ശക്തമായ മത്സരം നടക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരനും കുമ്മനം രാജശേഖരനും തമ്മിലാണ് മത്സരം. TNC അല്പം പിന്നിലാണ്. 794 വോട്ടിനാണ് മുരളീധരൻ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. എന്നാൽ ഇനി എണ്ണാനുള്ള ശാസ്ത്രമംഗലവും ഒന്നുകൂടി അത് താരതമ്യേന സ്വാധീനമുള്ള മേഖലകളാണ്. അതുകൊണ്ട് വ്യക്തമായി വളരെ പ്രധാനപ്പെട്ട ചവറയിൽ ഷിബു ബേബി ജോണിന്റെ പരാജയം നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതൊന്നും കൂടി ഔദ്യോഗികമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ സ്ഥിരീകരിച്ചിരിക്കുന്നു. വട്ടിയൂർക്കാവിൽ മുരളീധരന്റെ മാർജിൻ 673 വോട്ടായിട്ട് കുറഞ്ഞു. അത് മാത്രമല്ല, ഇനി വോട്ടെണ്ണാനുള്ള മേഖലകളിൽ കുമാർ ശാസ്തമംഗലം ഉൾപ്പെടെയുള്ള ഒരുപക്ഷെ BJPക്ക് നല്ല വേരോട്ടമുള്ള പ്രദേശങ്ങളിലേക്കാണ് ഇനി വോട്ടെണ്ണൽ നീങ്ങാൻ പോകുന്നത്. എന്താണ് താങ്കളുടെ പ്രചരണം? ജയിക്കും, ചെങ്ങന്നൂർ ജയിക്കും, മഞ്ചേശ്വരമൊക്കെ തൊട്ട് നിൽക്കുക. ഒരു കുറച്ച് വോട്ട് കൂടി എണ്ണി കഴിയുമ്പോഴേ വ്യക്തമായ ചിത്രം കിട്ടും. മഞ്ചേശ്വരം ജയിക്കാൻ സാധ്യതയില്ല. മഞ്ചേശ്വരം ജയിക്കാൻ സാധ്യതയില്ല. കുമാർ ആ രണ്ടിൽ നിൽക്കും. ഓക്കെ, മഞ്ചേശ്വരത്ത് 4,830 വോട്ടിന്റെ വ്യത്യാസം ഇപ്പോഴും ഉണ്ട്. ഒരു രക്ഷയില്ല മഞ്ചേശ്വരത്ത്. ഇനി പിന്നീട് വട്ടിയൂർക്കാവാണ് കണ്ടത് നമ്മള്. ചെങ്ങന്നൂരിലേക്ക് പോവാം. ചെങ്ങന്നൂരില് ഇപ്പൊ രാമേന്ദ്രൻ നായരാണ് മുന്നിൽ 172 വോട്ടുകൾക്ക്. രണ്ടാമത് വിഷ്ണുനാഥാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന, ചെങ്ങന്നൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി രാമചന്ദ്രൻ നായർ ചെറിയ ഒരു നേർത്ത ഭൂരിപക്ഷത്തിന് മുന്നോട്ട് നിൽക്കുന്നു. 2ാം സ്ഥാനത്താണ് വിഷ്ണു. ഇനി എണ്ണാനുള്ള വോട്ടുകൾ ഇപ്പൊ 21, 18 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക്. 21, 18. 70,000 വോട്ടുകൾ മാത്രമേ എണ്ണിയിട്ടുള്ളൂ. തൃപ്പൂണിത്തുറ ചന്ദ്രശേഖർ, വരം സ്വരാജ് 2,460 വോട്ടുകൾക്ക് മുന്നിൽ. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്സെറ്റുകളിൽ ഒന്നാണ്. 2,500 ആയിരിക്കുന്നു. കേരളം ആര് ഭരിക്കും എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. LDF 91. ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ മാറി വരാം. പക്ഷെ ഇപ്പോൾ 91, NDA 1, UDF 47. പക്ഷേ NDAക്ക് ഒരു സീറ്റിൽ കൂടി പ്രതീക്ഷയുണ്ട്. അത് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിൽ ഇനി എണ്ണാനുള്ള സ്ഥലങ്ങൾ ശാസ്തമംഗലം പോലുള്ള BJPക്ക് വളക്കൂറുള്ള പ്രദേശമാണ്. അവിടെ വരുമ്പോൾ എന്തെങ്കിലും അട്ടിമറി സംഭവിക്കുമോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും നിലവിൽ ഒരു സീറ്റ് മാത്രമാണ്. ഇപ്പൊ 675 വോട്ടിന്റെ ലീഡ് മാത്രമേ മുരളീധരനുള്ളൂ. 675. എപ്പോ വേണമെങ്കിലും അത് അട്ടിമറിയാം. നമ്മൾ ഇനി എനിക്ക് തോന്നുന്നു ഇനി വോട്ടെണ്ണാനുള്ള മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ഇതുപോലുള്ള ക്ലിഫ് ഹാങ്ങേഴ്സ് ആയിട്ടുള്ള മണ്ഡലങ്ങളെയാണ് സീറോ ഡൗൺ ചെയ്യേണ്ടത്. ഏറ്റവും പുതിയ വിവരമുള്ളത് കൽപ്പറ്റയിൽ CK ശശീന്ദ്രൻ ഏതാണ്ട് വിജയം ഉറപ്പിച്ചു. ഒരു ബൂത്ത് മാത്രമാണ് ഇനി എണ്ണാനുള്ളത്. ഇപ്പോഴത്തെ നില പറയുകയാണെങ്കിൽ CK ശശീന്ദ്രന് 6,303 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. ശശീന്ദ്രന്റെ വിജയം ഉറപ്പാണ്. അട്ടിമറി വിജയമാണ്. ഷിബു ബേബി ജോൺ തോറ്റത് ഇപ്പൊ ഔപചാരികമായി പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരമുള്ളത് തൃശൂരിൽ പത്മജ വേണുഗോപാൽ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ അട്ടിമറി വിജയത്തിലൂടെ LDF തോൽപ്പിച്ചിരിക്കുന്നു. തൃശൂരിൽ പത്മജ വേണുഗോപാൽ തോറ്റിരിക്കുന്നു. സുനിൽകുമാറിന് 4,800-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ ഉണ്ട് തൃശ്ശൂരിൽ.
ഏറെക്കാലം MLA ആയിരുന്ന തേറമ്പിൽ രാമകൃഷ്ണൻ മാറി നിന്നതിനെ തുടർന്ന് വന്ന പത്മജ വേണുഗോപാലാണ് തൃശ്ശൂരിൽ തോറ്റിരിക്കുന്നത്. ഇപ്പോഴത്തെ വോട്ട് നില അനുസരിച്ച് LDFന് 91 സീറ്റുകളിൽ മേൽക്കൈ ഉണ്ട്. UDF 47 സീറ്റുകളിൽ. NDA 1 സീറ്റിലാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. കോൺഗ്രസിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ സൂചന വരുന്നു. ഏറ്റവും ആദ്യം പുറത്തു വന്നിരിക്കുന്ന പ്രസ്താവന PC ചാക്കോയുടേതാണ്. നേതൃമാറ്റം ആലോചിക്കേണ്ടതുണ്ട്, സംസ്ഥാന നേതാക്കൾ ആലോചിക്കേണ്ടതുണ്ട് എന്നൊരു സൂചന PC ചാക്കോ നൽകിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് VS ശിവകുമാറിന്റെ വിജയം ഉറപ്പായിരിക്കുന്നു. രണ്ടാമത് വന്നിരിക്കുന്നത് ആന്റണി രാജുവാണ്. വട്ടിയൂർക്കാവിൽ ഇപ്പോൾ 675 വോട്ടിന്റെ മാത്രം ലീഡോടുകൂടിയാണ് കെ മുരളീധരൻ മുന്നിൽ നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് കുമ്മനം രാജശേഖരനാണ്. ആര് ജയിച്ചാലും ഒരു ഫോട്ടോ ഫിനിഷ് ആയിരിക്കും വട്ടിയൂർക്കാവിൽ സംഭവിക്കുക എന്നതാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. BJPയുടേത് എന്ന് കരുതപ്പെടുന്ന ശാസ്തമംഗലം മേഖലയാണ് എന്ന് പറയുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 91 സീറ്റുകളിലാണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. UDF 47 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. മുരളീധരന്റെ ലീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 740ലേക്ക് കെ മുരളീധരന്റെ ലീഡ് വട്ടിയൂർക്കാവിൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. കോവളത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. ഇപ്പോൾ 1025 വോട്ടുകൾക്കാണ് UDFന്റെ വിൻസെന്റ് മുന്നിൽ നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് ജമീല പ്രകാശമാണ്. വട്ടിയൂർക്കാവ് വോട്ടെണ്ണൽ ഇപ്പോൾ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ 740 വോട്ടിന്റെ മേൽക്കൈ മാത്രമാണ് കെ മുരളീധരനുള്ളത്. രണ്ടാം സ്ഥാനത്ത് കുമ്മനം രാജശേഖരൻ തന്നെയാണ് തുടരുന്നത്. ഇപ്പോൾ BJP ശക്തി കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും അട്ടിമറിക്കപ്പെടാൻ ഇടയുള്ള 740 വോട്ടിന്റെ നേരിയ മാർജിൻ മാത്രമാണ് ഇപ്പോൾ കെ മുരളീധരന് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ O രാജഗോപാലിന്റെ മേൽക്കൈ ഇപ്പോഴും 8000-ന് മേൽ വോട്ടുകളാണ്. 8462 വോട്ടുകൾക്ക് V ശിവൻകുട്ടിയേക്കാൾ രാജഗോപാൽ മുന്നിട്ട് നിൽക്കുകയാണ്. വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് രാജഗോപാൽ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ മുരളീധരന്റെ ലീഡ് 740 വോട്ടുകളായി തുടരുന്നു. വോട്ട് എണ്ണുന്ന മുറയ്ക്ക് കൂടുതൽ ലീഡ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് LDFന് 91 സീറ്റുകളിൽ മേൽക്കൈയുണ്ട്. UDF 47 സീറ്റ്, NDA 1. പീരുമേട്ടിൽ UDFന്റെ ലീഡ് 160 വോട്ടിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് ലഭിക്കുന്നത്. 160 വോട്ടിലേക്ക് പീരുമേട്ടിൽ ബിജിമോൾ മുന്നിൽ എത്തിയിരിക്കുന്നു 40 വോട്ടുകൾക്ക് മാത്രം. ബ്രിട്ടാസ്, ഏറ്റവും പുതിയ വിവരം പീരുമേട്, അതായത് ഇടുക്കിയില് ഇടതുപക്ഷത്തിന്റെ പഴയ ആ മേൽക്കൊയ്മ തിരിച്ചു പിടിക്കുന്നുള്ളതാണ്. 3-2ലേക്ക് LDF തിരിച്ചെത്തിയിരിക്കുന്നു. ശിവടൂർ വിജയൻ തങ്ങളുടെ ക്യാമ്പയിൻ നടത്തിയതിന് പ്രയോജനം ഉണ്ടായിരിക്കുന്നു. അവിടെ പോയില്ലെന്ന് ആദ്യം പറഞ്ഞിരുന്നു. 40 വോട്ടിന്റെ ലീഡേ ഉള്ളൂ. പോയിരുന്നു. 3 കൊടുത്തത് മലബാറിലാണ് അദ്ദേഹം. 92 സീറ്റിലേക്ക് LDFന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 92. NDA 1 സീറ്റിൽ മാത്രം. ചെങ്ങന്നൂർ LDF 252 വോട്ടുകൾക്ക് മുന്നിൽ. ഫോട്ടോ ഫിനിഷിലേക്ക് ചെങ്ങന്നൂര് ശ്രീധരൻപിള്ള 3-ാം സ്ഥാനത്തേക്കാണ് KVS. അതായത് ഫോട്ടോ ഫിനിഷിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ BJPയുടെ മോഹങ്ങൾ തിരുവനന്തപുരത്ത് ഒതുങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റ് വീണ ജോർജ് ആറന്മുളയിൽ ജയിച്ചിരിക്കുന്നു. ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് ഉണ്ടായിട്ടുള്ള വിജയവുമായിട്ട് അജിത് കുമാർ അവിടെ ക്യാമ്പയിൻ ചെയ്യാൻ പോയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. വീണ ജോർജ് അവിടെ വിജയിച്ചിരിക്കുന്നു. ആറന്മുളയിൽ ലേറ്റസ്റ്റ് ടാലി പ്രകാരം 92-91 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. 91. ദയവായിട്ട് അവിടെ അപ്ഡേറ്റ് ചെയ്യുക. അവിടെ ആരാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ
അതായത് UDF 47ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. NDA 1 ഇനി എണ്ണ മണ്ഡലം വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് പരിശോധിക്കണം. ദേവീത് വട്ടിയൂർക്കാവിലേക്ക് നമുക്ക് പോകണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടമാണ് നടക്കുന്നത്. മുരളീധരനും അതുപോലെ തന്നെ TNCMയും കുമ്മനം രാജശേഖരനും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. വട്ടിയൂർക്കാവ് BJPക്ക് വളക്കൂറുള്ള ശാസ്തമംഗലം പോലുള്ള KM മാണി പാലയിൽ വിജയിച്ചിരിക്കുന്നു. ശ്രീ KM മാണി പാലിൽ വിജയിച്ചിരിക്കുന്നു. ഒരു വാചകം പറയാൻ ഞാൻ ഒടുവൂരിനെ അനുവദിക്കുകയാണ്. ഒരു വാചകം ജയിച്ചത് അംഗീകരിച്ചിരിക്കുന്നു. മഹാത്മ്യം. അതുപോലെ പാലയിൽ മാണി തോക്കുമെന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകൻ ജേക്കബ് ജോർജിനും കൂടി ഒരു വാചകം പറയാൻ അനുവാദം തരികയാണ്. NCP ഇല്ലായിരുന്നെങ്കിൽ മാണി ജയിക്കത്തില്ലായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം. ആ സീറ്റ് NCP മത്സരിച്ചുകൊണ്ടാണ്. അതെയോ കാപ്പൻ മത്സരിച്ചു? NCP ആണല്ലോ കാപ്പൻ. ഉടുമ്പൂർ വിജയൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് വന്നിരിക്കുന്നത്. ആ സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ജയിച്ചേനെ. തീർച്ചയായിട്ടും അത് ഒഴിവർ വിജയൻ എന്നെ കളി നന്നായിട്ടറിയാം. പീരുമേടിൽ ബിജിമോൾക്ക് നേരിയ ലീഡ് 219. ഒരുപക്ഷെ 84 LDFന് സ്വന്തം കിട്ടിയിരിക്കുന്നു 7. അപ്പോൾ എത്രയാണ് 84 + 7? 91 ഒന്നാണ്. ഓക്കെ, 91. നമ്മുടെ കണക്ക് പ്രകാരം 93 കടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. 1-2 മണ്ഡലങ്ങളിൽ അതുപോലെ പോകുന്നു. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് എന്താണ് സ്ഥിതി? തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് 791 വോട്ടുകൾ. ഒന്ന് ലേഖയിലേക്ക് കണക്ട് ചെയ്യൂ. എണ്ണിയ വോട്ടുകൾ, എണ്ണാനുള്ള ബൂത്തുകൾ, അതിന്റെ സ്വഭാവം മുഴുവൻ. UDFും കോൺഗ്രസും ആത്മപരിശോധന നടത്തേണ്ടി വരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചിരിക്കുന്നു. അനിൽകുമാർ, നേരത്തെ ശസ്ത്രക്രിയയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അത് നടക്കാതെ പോയതിന്റെ കുഴപ്പമാണോ? നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടിരിക്കുന്നു. അൻവർ വിജയിച്ചിരിക്കുന്നു. വലിയ അട്ടിമറി. കോൺഗ്രസിന്റെ കുത്തക സീറ്റ് ഒരു കുടുംബ സീറ്റായി മാറേണ്ട ആ സീറ്റിൽ കോൺഗ്രസ് തകർന്നിരിക്കുന്നു. അനിൽകുമാർ പറയൂ, ഇങ്ങനെയുള്ള പ്രവണതകൾ കോൺഗ്രസിന് ആശാസ്യമാണ്. അച്ഛൻ പോകുന്നു, മകന് സീറ്റ് കൊടുത്ത് മാത്രമേ പോകുന്നുള്ളൂ. വ്യക്തമായി ശ്രീ ഉണ്ണികൃഷ്ണനെ ശ്രദ്ധിക്കുക. അതായത് മകന്റെ സീറ്റ്, അച്ഛന്റെ സീറ്റ് മകന് കൈമാറുന്ന പ്രവണത ആശാസ്യമല്ല എന്നും ആശാസ്യമല്ലാത്തതിന്റെ പ്രതിഫലനമാണ് നിലമ്പൂർ നടന്നതെന്നും കോൺഗ്രസിന്റെ വളരെ മുതിർന്ന നേതാവ് അനിൽകുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ശസ്ത്രക്രിയയുടെ അപ്പുറത്തേക്ക് പോകുന്നു. അനിൽകുമാർ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ, പക്ഷെ പറഞ്ഞിരിക്കുന്നു. ചരിത്രം നോക്കുമ്പോൾ അല്ല, ആ ഒരു ചരിത്രം മാറ്റാൻ വേണ്ടിയാണ് അനിൽകുമാർ പ്രവർത്തിക്കുന്നത്.